രണ്ടാമത്തെ സാക്ഷ്യമാണ്. ആദ്യം ഞാനിവിടെ വന്നതായിരുന്നു. എൻ്റെ ചേട്ടൻ്റെ സാക്ഷ്യം പറയാം. അന്ന് ഈ അമ്മയെ കൊണ്ടുവന്നില്ലായിരുന്നു. എൻ്റെ കൂട്ടുകാരിയുടെ അമ്മയാണ്. ക്യാൻസർ രോഗം ബാധിച്ച് തൃശ്ശൂർ കോട്ടയത്തുമായിട്ടായിരുന്നു. അപ്പോൾ അത് ഈ അമ്മയ്ക്ക് ക്യാൻസർ രോഗം 3ാമത്തെ സ്റ്റേജ് ആയപ്പോഴാണ് ഞാൻ അറിയുന്നത്. കാരണം 2ാമത്തെ സ്റ്റേജ് കഴിഞ്ഞ് ഇവർ ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞത്. ഗർഭപാത്രത്തിന് വെളി ഭിത്തിയിലായിട്ടാണ് ഇത് ആയത്. അത് വീണ്ടും വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് ഇവരെ ഞാൻ കാണുകയും എൻ്റെ അടുത്ത് ഞാൻ ഇങ്ങോട്ട് ഉടമ്പടി എടുക്കാം 2ാമത്തെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പം ബസ്സിൽ വെച്ചാണ് ഇവരുടെ ഈ അമ്മയുടെ മൂത്ത മോള് ചേച്ചി എന്നോട് പറഞ്ഞ്, ചേച്ചി എവിടെ പോവുക? ഞാൻ പറഞ്ഞു ഞാൻ കൃപാസനത്തിലോട്ട് പോവുക, എനിക്ക് ഉടമ്പടി പുതുക്കാൻ പോവുക. അപ്പം പറഞ്ഞ, ചേച്ചി എൻ്റെ അമ്മയ്ക്ക് ക്യാൻസറാണ്, ഞാൻ ആശുപത്രിയിലോട്ട് പോവുക, അതുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് 3ാമത്തെ സ്റ്റേജാണ്. 24-25 കീമോ കഴിഞ്ഞു. ഇന്ന് റേഡിയേഷനും ഇനി 5-6 ആയിട്ടുണ്ട് ചേച്ചി. ഭയങ്കര ഇതാണ്. അപ്പോൾ ഈ അമ്മയെ ആശുപത്രി വെച്ച് ഞാൻ പോയി കാണാനൊന്നും പറ്റിയില്ല. ഞാൻ വീട്ടിൽ തന്നെയാണ് പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എല്ലാം പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഇവർ ഉടനെ തന്നെ ഈ അമ്മ കിടക്കുന്നിടത്ത് ഇവിടെ കൃപാസനത്തിൽ വന്ന ഒരു ചേച്ചി, ആ അമ്മ ഈ അമ്മയെ പോയി കാണുകയും ഈ അമ്മയുടെ ഓപ്പറേഷൻ്റെ തലേ ദിവസം ആ ചേച്ചി പറഞ്ഞ് ഉപ്പ്, തൈലം, വെഞ്ചരിച്ച തൈലം ഇതെല്ലാം അമ്മയ്ക്ക് കൊടുത്തു. അമ്മയുടെ നെറ്റി കുരിശ് വരച്ചിട്ട് ഓപ്പറേഷന് കയറ്റിയത്. പക്ഷേ അതിന് മുമ്പ് വരെ അമ്മയ്ക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഓപ്പറേഷൻ ചെയ്യാൻ. പിന്നെ അമ്മയ്ക്ക് യാതൊരു പേടിയും ഇല്ലായിരുന്നു. പിന്നെ ഉടമ്പടിയിൽ കഴിഞ്ഞ് റേഡിയേഷൻ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ തീരെ കിടപ്പായിരുന്നു. കാരണം എഴുന്നേക്കാനോ ഒന്നും പറ്റില്ല. അപ്പം ഞാനാണ് എൻ്റെ കയ്യിൽ അന്ന് മാലയൊന്നും ഇരിപ്പില്ല. അപ്പം ഞാൻ എന്തോ ചെയ്ത് നൂല് വെച്ചൊരു ഇവിടുത്തെ ഇതേപോലെ ഒരു മാല കെട്ടിയിട്ട് ഈ അമ്മയ്ക്ക് ഒരു കുരിശുരൂപവും വെച്ച് ഇവിടുത്തെ തൈലം, വെഞ്ചരിച്ച തൈലവും പുരട്ടി ഇത് അമ്മയുടെ മോടയിൽ കൊടുത്തു വിട്ടു. എന്നിട്ട് പറഞ്ഞു, ഇത് അമ്മയുടെ കഴുത്തെ കെട്ടണം, അമ്മ എഴുന്നേക്കും, 7 ദിവസത്തിനകം എൻ്റെ അമ്മ എഴുന്നേക്കും, നിനക്കൊരു കുഴപ്പമില്ലെന്ന്. പക്ഷേ 4ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു, എടി അമ്മ എഴുന്നേറ്റ് ഇതാ മിറ്റം തൂക്കുന്നു, ചോറ് വെക്കാൻ ഒരുങ്ങുന്നു, എല്ലാ ജോലിയും അമ്മ ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പവും ഇല്ല. പിന്നെ അമ്മയ്ക്ക് എല്ലാ അയ്യത്തൊക്കെ പോയി വിറവ് പറക്കും, എല്ലാ ജോലിയും അന്ന് മുതൽ ഇന്ന് വരെയും ചെയ്യും. പക്ഷേ അമ്മ ഈ കീമോ കഴിഞ്ഞപ്പോൾ എല്ലും തോലുമായിട്ടാണ് ഇരുന്നത്. പിന്നെ ഇപ്പോൾ ഒരു കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ ഒരു റേഡിയേഷനൂടെ ചെയ്യണമെന്നാണ് അവർ പറഞ്ഞത്. 6ാമത്തെ ചെയ്തിട്ട് സ്കാൻ ചെയ്തപ്പോൾ ഇനി 2 എണ്ണം അതിൽ കൂടുതൽ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, അമ്മയ്ക്കിനി ഒന്നും പറ്റത്തില്ല, നിങ്ങളുടെ അമ്മയെ പൂർണ്ണമായി നമുക്ക് സാക്ഷ്യം പറയാൻ കൊണ്ടുപോകാം. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കാര്യം നിൻ്റെ ചേച്ചിയോടും പോയി ഉടമ്പടി എടുക്കാൻ പറ. അപ്പോൾ ഇവർ ഉടമ്പടി മുടക്കിയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇവർ ഉടമ്പടി വീണ്ടും വന്നെടുത്തു. അച്ഛനെയും കണ്ടു. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾ അടുത്ത റേഡിയേഷന് ഇത് പോയിക്കോളാൻ പറഞ്ഞു. പോയി അടുത്ത സ്കാൻ ചെയ്യപ്പോൾ ഒരു കാരണവശാലും ഈ ക്യാൻസറിൻ്റെ ഒരു രൂപ അമ്മയുടെ ദേഹത്തില്ല. ഇനി ഒന്നും അമ്മയ്ക്ക് ഒന്നും ചെയ്യാനില്ല, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഇനി ഒരു കുഴപ്പമില്ല, അതുകൊണ്ട് ഇനിയിപ്പോൾ ആശുപത്രിയിലേക്ക് കയറണ്ട. ഇനിയിപ്പോൾ 2 മാസത്തിലോ 3 മാസത്തിലോ കൂടുമ്പോൾ അമ്മയെ ആശുപത്രിയിലൊന്ന് കൊണ്ടുചെന്ന് ഡോക്ടറെ കാണിക്കണം. ഒരു കുഴപ്പമില്ല. അമ്മയ്ക്ക് അന്നേരമൊക്കെ പേടിയായിരുന്നു. ഇപ്പം അമ്മ എല്ലാ ജോലികളും ചെയ്യും, എല്ലാം ചെയ്യും. അതേപോലെയാണ് ഇപ്പം ഞാൻ കൃപാസനത്തിൽ വന്നപ്പോൾ വീണ്ടും ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു, ഈശോയുടെ കൃപ എനിക്ക് കിട്ടണമെന്ന്. അതെനിക്ക് കൃപ കിട്ടി. അതേപോലെ ഒരു ചേച്ചി എൻ്റെ വീട്ടിൽ ഈ ഇസാഫ് എന്ന് പറയുന്ന ഒരു ലോൺ എടുക്കാൻ വരുന്ന ആ സാറിൻ്റെ ഒരു പിന്നെ ബന്ധുവാണ്. വണ്ടി ആക്സിഡൻറ്റിൽ പിന്നെ അപകടത്തിൽ തല പൊട്ടിയായിരുന്നു. അങ്ങനെ ആശുപത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്നെ വിളിച്ചു. ഉടനെ തന്നെ അങ്ങോട്ട് കൊണ്ടുപോയപ്പോഴേ എന്നെ വിളിച്ചു. കഴിഞ്ഞ ബുധനാഴ്ചയാണ് വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി തല പൊട്ടി, അവൾക്ക് എന്താണെന്ന് അറിയാൻ പറ്റത്തില്ല, ഛർദിലും ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഛർദിലുണ്ട്. ഉടനെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ ഞാൻ പ്രാർത്ഥിക്കുക ഇപ്പം തന്നെ. ഞാൻ രാത്രി അന്ന് വെച്ചാൽ രാത്രി 2 മണിയൊക്കെ ആവും അവരൊക്കെ വിളിക്കുമ്പോഴൊക്കെ, 2 മണി 1 മണി ഏത് സമയത്തും അപ്പം തന്നെ ഞാൻ കഥ തുറന്ന് മെഴുതിരി കത്തിച്ച് പ്രാർത്ഥിക്കും. അവർക്ക് വേണ്ടി ഞാൻ അന്നേരം പ്രാർത്ഥിച്ചായിരുന്നു. പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല. പിറ്റേന്ന് രാവിലെ ഛർദിലും തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു, അന്നേരം തന്നെ ഞാൻ പറഞ്ഞു, മോളെ അന്നേരം കഞ്ഞിവെള്ളം കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ആ കഞ്ഞിവെള്ളം അത് ഫോട്ടോ എടുത്ത് എനിക്ക് ഇട്ട് തരാമോ എന്ന് ചോദിച്ചു. അവരും ഉടമ്പടി എടുത്ത ഒരു സാറാണ്. സാറ് പറഞ്ഞു, ഞാൻ വിശ്വാസപ്രമാണം അവിടെ നിന്ന് ചെല്ലിക്കോ, ഞാൻ ഇവിടെ നിന്ന് ചെല്ലിക്കോളാം, മൊബൈലിൽ തന്നെ അതെനിക്ക് ഫോട്ടോ ഇട്ട് തരിക ചെയ്ത്. അപ്പം ഞാൻ അമ്മയുടെ വെഞ്ചരിച്ച തൈലവും ഉപ്പും മിക്സ് ചെയ്തിട്ട് ആ മൊബൈലിൻ്റെ പുറത്ത് തന്നെ ഞാനത് വെച്ചിട്ട് മാതാവേ ഈശോയെ ഇതാ ആ മോക്ക് കൊടുക്കാൻ പോവുക. അവിടെ ഛർദ്ദിക്കുമ്പോൾ കണ്ണ് തുറക്കും, പക്ഷേ അത് കഴിഞ്ഞാൽ കണ്ണ് ഫുള്ളടയും, പിന്നെ തുറക്കത്തേ ഇല്ല.
അങ്ങനെ ആയപ്പോൾ ഞാൻ പറഞ്ഞു കണ്ണ് തുറക്കും, ഇനി ഛർദ്ദിക്കത്തില്ല എന്ന് പറഞ്ഞാണ് ഞാനത് കൊടുത്തത്. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു, ഞാൻ വിശ്വാസ പ്രമാണം, സ്വർഗസ്ഥനായ നന്മ നിറഞ്ഞ ഇതെല്ലാം 7 പ്രാവശ്യം വീതം ചൊല്ലിയാണ് ഞാൻ ആ മോക്ക് കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി നിങ്ങൾ ആ വെള്ളം മോക്ക് കൊടുക്കാൻ പറഞ്ഞു. പിന്നെ ആ മോള് ഛർദ്ദിച്ചതേ ഇല്ല, ഒരു ശകലം പോലും ഛർദ്ദിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ മോടെ കണ്ണടയും. ഞാൻ അന്നേരം പറഞ്ഞു, അന്നേരം തന്നെ അവർക്ക് പ്രാർത്ഥനകളെല്ലാം ഇട്ട് കൊടുത്തു, ജപമാലയ്ക്കകത്തുള്ള എല്ലാ പ്രാർത്ഥനകളും ഇട്ട് കൊടുത്തു, വിശ്വാസ പ്രമാണം ചൊല്ലി. ഞാൻ പറഞ്ഞു, മോളെ ഞാനിപ്പോൾ അമ്മയുടെ തൈലം അതാണെങ്കിൽ 2 കണ്ണിലും പൂശി കാഞ്ചന എന്ന പേര് പറഞ്ഞ് അവിടെ പേരിൽ എൻ്റെ കണ്ണിൽ അത് ചെയ്തിട്ട് ഞാൻ അന്നേരം തന്നെ മാതാവിനോട് പറഞ്ഞു. പക്ഷേ പിന്നെ കുറങ്ങി തെളിഞ്ഞപ്പോൾ പിന്നെ ഇതുവരെ അവിടെ കണ്ണിന് ഒരടവും പറ്റിയിട്ടില്ല. ഇപ്പോൾ അവർ ആശുപത്രിയിൽ നിന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പോയി, അവർ 7 ഞാൻ പറഞ്ഞു, നിങ്ങളൊന്നും പേടിക്കണ്ട, 7 എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ 1 മുതൽ 7-ാം ദിവസത്തിനകം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അവർ കറക്റ്റ് 7-ാമത്തെ ദിവസം തന്നെ അവർക്ക് ഡിസ്ചാർജ് കൊടുത്തു. വൈകി ആയതുകൊണ്ട് അവർ പറഞ്ഞ് ഇന്നലെ ബുധനാഴ്ച അവരവരുടെ വീട്ടിലേക്കും പോയി. അവരോട് ഇനിയിപ്പോൾ അവർ ഉടമ്പടി എടുക്കാൻ വരും, അവരെല്ലാം വന്ന് പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആർക്ക് വയ്യ എന്ന് കണ്ടാലും ഞാൻ ആ സമയത്ത് അവിടെ പോയി പ്രാർത്ഥിച്ചാൽ ഉപ്പും തൈലമാണ് ഞാൻ കൊടുത്തിട്ട് ഞാൻ പറയും. അതേപോലെ പത്രങ്ങൾ എല്ലാ മാസവും ഇന്ന് വരെ ഞാനിവിടെ ഉടമ്പടി എടുത്തു, ഇന്ന് വരെ 1 മാസം പോലും ഞാനിവിടെ വരാതെ എല്ലാ മാസത്തിലും വരും. പിന്നെ 1-2 എത്ര പേരെ എന്നെ കൊണ്ട് കൊണ്ടുവരാൻ പറ്റുന്നവരെ കൊണ്ടുവരും. ഞാൻ കൊണ്ടുവരാൻ പത്രം കൊടുക്കുന്ന പലരും ഇവിടെ വരുന്നത് ചെയ്യുന്നുണ്ട്, എല്ലാവരും വരുന്നുണ്ട്. അതുകൊണ്ട് ഇത്രയും പറഞ്ഞ് എൻ്റെ നന്ദി.